നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഡോണറ്റാണ്. അത് ബോൾസ് ആയിട്ടുള്ള ചെറിയ ഡോണറ്റ്, എന്നിട്ട് ചോക്ലേറ്റ് ഡിപ്പിങ്ങിൽ മുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മുട്ട ചേർക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ, ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, 1/3 കപ്പ് ഓയിൽ, ഇനി 1 കപ്പ് പാല്, ഇത്രയും ഇപ്പോൾ ഷുഗർ നല്ലോണം ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്യാം. ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് നോക്കാം. ബാക്കി മൈദയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം, അതിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മൈദ ഇട്ടത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ലൂസാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് മൈദ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉള്ളത്, ഒരുപാട് ലൂസല്ല. നമുക്കിനി ഇത് 1 മണിക്കൂർ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ മാവ് ഇവിടെ നല്ലോണം വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ താഴും. നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും പെട്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇത് പരത്താനായിട്ട് നോക്കാം. ചെറിയ ചെറിയ ബോൾസിൻ്റെ സൈസിൽ നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാവരും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ്, ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മളെടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ഹാഫ് ഫ്രഷ് മിൽക്കും കൂടെ ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ചോക്ലേറ്റ് സോസും അതിൽ ഡിപ്പ് ചെയ്താണ് ഡോണറ്റ് സ്മോൾ ബോൾസ് നമ്മൾ കഴിക്കാം. ഇവാഞ്ചലിന് എന്തൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? ആ, സർപ്രൈസ്. സർപ്രൈസാ? സർപ്രൈസാണ് ഈ ബ്ലൂ ഇതിൻ്റെ അടിയിലുള്ളത്. ഡോണറ്റ് ബോൾസ്. ഡോണറ്റ്സ് ഇവാഞ്ചലിന് ഇഷ്ടമല്ല. ഇത് 2 തരത്തിൽ അമ്മ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡോണറ്റ് ചോക്ലേറ്റ് സോസിൽ മുക്കി കഴിക്കാം. ഒരു ഡോണറ്റ് ചോക്ലേറ്റ് ലോലിപോപ്സ് പോലെ, ഡോണറ്റ് ലോലിപോപ്സ്. ഏതാദ്യം കഴിക്കണേ? ആദ്യം കഴിക്കാം. ഓക്കെ, ചോക്ലേറ്റ് ലോലിപോപ്സ്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് ഞാനിനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോസിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് എൻ്റെ വീഡിയോസ് ചെയ്ത്. ബൈ. ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടതാണ് ഡോണറ്റ്സ്. നമുക്ക് ആർക്കും വീട്ടിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ റെസിപ്പി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നോക്കിയാൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഡോണറ്റ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിനെയും വലുതാക്കി നടുക്ക് ഹോളിട്ടും വലിയ ഡോണറ്റും ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ബോൾസ് പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പത്തിന് ചെറിയ ബോൾസ് ആക്കിയാണ് ചെയ്തത്. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക.